അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് കാണാൻ സാധിക്കും ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഗ്രൂപ്പ്, ലെഡ്ജർ, കറൻസി, വൗച്ചർ ടൈപ്പ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് സ്റ്റോക്ക് ഐറ്റമാണ്. നമ്മൾ സ്റ്റോക്ക് ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഐറ്റത്തിൽ കൊണ്ട് ചെന്നിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട് സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ. അതായത് ഈ ഒരു ബോക്സിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നെയിം ചോദിക്കുന്നു, എന്ത് സ്റ്റോക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ നെയിമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ S22 അൾട്ര എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ S22 അൾട്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റർ അടിച്ച് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ നമ്മളോട് ചോദിക്കും അണ്ടർ. അപ്പോൾ ഇവിടെ പ്രൈമറിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ഇവിടെ പ്രൈമറി എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അണ്ടർ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ എനിക്ക് മൊബൈൽ എന്ന് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊബൈൽ എന്നല്ല ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഇത് S22 അൾട്ര എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു സാംസങ്ങിൻ്റെ മൊബൈലാണ് എന്ന് അറിയുന്നതിന് വേണ്ടി ഞാനിവിടെ മുകളിൽ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഞാൻ ക്രിയേറ്റിൽ പ്രസ് ചെയ്ത് ഇതൊരു സാംസങ്ങിൻ്റെ മൊബൈലാണെന്ന് അറിയുന്നതിന് വേണ്ടി സാംസങ് എന്ത് ചെയ്യുന്നു? ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ യൂണിറ്റ് നമ്മളോട് ചോദിക്കുക, നമ്മൾ എന്ത് ഐഡിയ അല്ലെങ്കിൽ എന്ത് യൂണിറ്റിലാണ് നമ്മൾ വാങ്ങുന്നത്? ലിറ്റർ ആണോ കിലോ കണക്കിനാണോ മേടിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം നമ്മൾ മൊബൈൽ ഫോൺ മേടിക്കുന്നത് നമ്പർ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഒരു മൊബൈൽ, രണ്ട് മൊബൈൽ, അങ്ങനെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് കൊടുത്ത് ഞാനിവിടെ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്പറിൻ്റെ സിമ്പലാണ് ചോദിക്കുന്നത്. NOS എന്ന് ടൈപ്പ് ചെയ്ത് നമ്പറിൻ്റെ സിമ്പൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫോർമൽ നെയിമിലെ നമ്പേഴ്സ് എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാം. നമ്മുടെ കയ്യിൽ നിലവിൽ ഇപ്പോൾ എത്ര ഐറ്റംസ് ഉണ്ട്? ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 മൊബൈൽ ഫോണാണ് ഉള്ളത്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 80,000 രൂപയാണ്. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 10 എണ്ണത്തിൻ്റെ റേറ്റ് അവിടെ 8 ലക്ഷം രൂപ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ എൻ്റർ അടിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സേവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എന്തായി? ഇവിടെ സേവ് ആയിട്ടുണ്ട്. വീണ്ടും ഒരു ഐറ്റം കൂടി ഞാൻ എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സാംസങ് ഗാലക്സി എന്ന് പറയുന്ന ഒരു ഫോണാണ്. സാംസങ് ഗാലക്സി എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അണ്ടർ ചോദിക്കുന്നു, സാംസങ് തന്നെയാണ് കൊടുത്തത്. യൂണിറ്റ് NOS കൊടുക്കുന്നു. ഓപ്പണിംഗ് ബാലൻസ് എൻ്റെ കയ്യിൽ ഒരു 5 മൊബൈൽ ഫോണുണ്ട്. ഒരെണ്ണത്തിൻ്റെ വില 50,000. അപ്പോൾ 2,50,000 എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റർ അടിച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് റിയൽമിയുടെ ഒരു മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കുക. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് Realme 5 ആണ്. അപ്പോൾ ഞാനിവിടെ Realme 5 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അണ്ടർ ഇത് സാംസങ്ങിൻ്റെ മൊബൈൽ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് കൊടുത്ത് ഒന്നെങ്കിലും മൊബൈൽ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു മൊബൈൽ ഷോപ്പാണ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് അറിയണം ഏതൊക്കെ മൊബൈൽ ഫോണാണ് എൻ്റെ കൈവശമുള്ളത്. അപ്പോൾ ഞാനിവിടെ Realme എന്ന് എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സേവ് ചെയ്തു. യൂണിറ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. NOS അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓപ്പണിംഗ് ബാലൻസ് ചോദിക്കുന്നു. എൻ്റെ കൈവശം ഒരു 15 മൊബൈൽ ഫോൺ എൻ്റെ കൈവശം ഇപ്പോൾ ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ വില 9,000 രൂപയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് പോയി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വന്നു. ഇവിടെ വൗച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് എടുക്കുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പോയി കണ്ടിട്ട് വരിക. അപ്പോൾ പർച്ചേസ് എടുക്കുന്നതിന് വേണ്ടി റൈറ്റ് സൈഡിൽ പർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ, അല്ലെങ്കിൽ നമ്മൾ കീബോർഡിൽ എന്ത് കീ പ്രസ് ചെയ്യുക? F9 കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ പർച്ചേസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇൻവോയ്സ് നമ്പർ കൊടുക്കുന്നു. ക്യാഷ് ആയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാം സേവ് ചെയ്യുന്നു. ക്രിയേറ്റ് പർച്ചേസ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നെയിം ഓഫ് ഐറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കീബോർഡിൽ സ്പേസ് അടിച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള പ്രോഡക്റ്റുകളെല്ലാം കാണാം. നമുക്ക് ഇതാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ Realme 5 എൻ്റെ കയ്യിൽ 15 എണ്ണമുണ്ട്. S22 10 എണ്ണമുണ്ട്. സാംസങ് ഗാലക്സി 5 എണ്ണമുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊന്നും അല്ല വേണ്ടത്. എനിക്ക് റെഡ്മിയുടെ ഒരു മൊബൈലാണ് വേണ്ടത്. അപ്പം മുകളിൽ ക്രിയേറ്റ് എന്ന് കാണാം. അതിൽ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ ഞാൻ Redmi 5 എന്ന്
ടൈപ്പ് ചെയ്യുന്നു. അണ്ടർ നമുക്ക് റെഡ്മി ആണ് വേണ്ടത്, അപ്പോൾ ഞാൻ അത് ക്രിയേറ്റ് ചെയ്യുന്നു. റെഡ്മി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ ഇവിടെയും യൂണിറ്റ് ചോദിക്കുന്നു, നമ്പർ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാങ്ങുന്നത്, നമ്പർ കൊടുത്തു, സേവ് ചെയ്തു. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ അവിടെ റെഡ്മി 5 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പോകുന്നത്, ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 5 മൊബൈലാണ് പർച്ചേസ് ചെയ്യുന്നത്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. 15,000 ടൈപ്പ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 5 എണ്ണത്തിൻ്റെ റേറ്റ് 75,000 വന്നിട്ടുണ്ട്. ഇനി എൻ്റർ അടിച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നരേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ഫ്രം, അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നരേഷൻ നമുക്ക് എന്താ വേണമെങ്കിലും നമ്മുടെ ഐഡിയ അനുസരിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. ഞാനത് പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ റിയൽമി, റെഡ്മി, സാംസങ് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മുടെ 3 ബ്രാൻഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ, എത്ര രൂപയുടെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ടെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, അതായത് എത്ര മൊബൈൽ ഉണ്ട് എന്നൊക്കെ നമുക്കറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് വ്യൂ കൊടുക്കുന്നതിന് വേണ്ടി Alt+F5 അടിക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, റിയൽമിയുടെ 15 മൊബൈലുണ്ട്, ഒരെണ്ണത്തിൻ്റെ റേറ്റ് 9,000 ആണ്. റെഡ്മിയുടെ 5 എണ്ണം ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ റേറ്റ് 15,000 ആണ്. ഇങ്ങനെ 3 മൊബൈൽ ഫോണിൻ്റെയും നമുക്ക് എന്തറിയാൻ പറ്റും, ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ അത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ റിയൽമി 5 സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏപ്രിൽ മാസം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്.